എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 9ാമത്തെ സർഗത്തിലെ 55ഉം 56ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണനും ബലരാമനും പുത്രനെ തിരിച്ചു കൊണ്ടു കൊടുത്തപ്പോൾ സാന്ദീപനി എന്തൊക്കെയാണ് അവരോട് അനുഗ്രഹ വാക്കുകൾ പറയണത് എന്നുള്ളതാണ് പറയണത്. നമുക്കാദ്യം 55ാമത്തെ ശ്ലോകം നോക്കാം. കൃതോപകാരൗ യദുവംശവീരൗ മൃതം സമാനീയ സുതം മദീയം അഹം പുനഃ പ്രത്യുപകാരമൂഢോ ജീവന്മൃതോ യദ്വിഹിതോ യുവാഭ്യാം. നമുക്കാദ്യം പദച്ഛേദം പറയാം. കൃതോപകാരൗ യദുവംശവീരൗ മൃതം സമാനീയ സുതം മദീയം അഹം പുനഃ പ്രത്യുപകാരമൂഢ ജീവന്മൃത യത് വിഹിത യുവാഭ്യാം. സാന്ദീപനി പറയാണ്, മദീയം മൃതം സുതം സമാനീയ. മദീയം മമ അയം ആണ് മദീയ, എൻ്റേതായവൻ, അതായത് എൻ്റെ പുത്രൻ. ഇവിടെ സാന്ദീപനിയുടെ മകനെ പറ്റിയിട്ടാണ് പറഞ്ഞു തുടങ്ങുന്നത്. മദീയം മൃതം സുതം, എൻ്റെ മകൻ എന്നോ മരിച്ചുപോയതാണ്, ആ മകനെ തിരിച്ചു കൊണ്ടുവന്നുല്ലോ, അതാണ് മദീയം മൃതം സുതം, എൻ്റേതായ മരിച്ചുപോയ മകനെ സമാനീയ പ്രേതപുരിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നിട്ട് യദുവംശവീരവും കൃതോപകാരവും, യദുവംശവീരന്മാരായ, യദുവംശം, യാദവവംശം, വൃഷ്ണിവംശം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം ഒരേ വംശങ്ങളൊക്കെ തന്നെയാണ്. പല പല വംശങ്ങളും ചേർന്നിട്ടുള്ളതായൊരു വലിയ വംശമാണ്. അതാണ് കൃഷ്ണൻ്റെ വംശം, യദുവംശം. യദുവംശത്തിലെ വീരന്മാരായിട്ടുള്ള മിടുക്കന്മാരായിട്ടുള്ള 2 ബാലകന്മാർ, അവരെനിക്ക് എന്താ ചെയ്തു തന്നത്? ചെറിയ ഗുരുദക്ഷിണയൊന്നുമല്ല തന്നത്. അതുകൊണ്ട് വലിയൊരു ഉപകാരമാണ് എനിക്കുണ്ടായത്. അതാണ് കൃതോപകാരവും, എനിക്ക് വലിയൊരു ഉപകാരം ഉണ്ടാക്കി തന്നു. സാന്ദീപനി പറയാണ്, എനിക്ക് ആകെ ഒരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. ആ മകൻ മരിച്ചു പോവുകയും ചെയ്തു. ആ മകനെ തിരിച്ചു കൊണ്ടുവന്നതോട് കൂടിയിട്ടാണ് ഭഗവാനും അതുപോലെ തന്നെ 2 ഭഗവാന്മാർ ശ്രീകൃഷ്ണനും ബലരാമനും വലിയ ഉപകാരം ചെയ്തു തന്നു. എന്നിട്ടും കൃതോപകാരവും യത്, അങ്ങനെ ഒരു വിഷയമുണ്ടല്ലോ, അത് പുനഃ അഹം, എന്നിട്ടോ ഞാനാകട്ടെ, ഇത് കിട്ടിയിട്ടും ചെറിയതൊന്നുമല്ല കൊടുത്തിരിക്കുന്നത്, ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ഗുരുദക്ഷിണ തന്നെയാണ് കൊടുത്തത്. എന്നിട്ടും ഞാൻ എന്തായിട്ടാണ് നിൽക്കുന്നത്? അഹം പ്രത്യുപകാരമൂഢ യുവാഭ്യാം ജീവന്മൃത വിഹിത. ഞാനിപ്പോൾ പ്രത്യുപകാരമൂഢനായിട്ടാണ് ഇരിക്കുന്നത്. പ്രത്യുപകാരമൂഢൻ എന്ന് പറഞ്ഞാൽ പ്രത്യുപകാരേ മൂഢ, പ്രത്യുപകാരം ചെയ്യുന്നതിൽ മൂഢനായിട്ടിരിക്കുന്നവൻ. ചെറിയ ചെറിയ ഗുരുദക്ഷിണയൊക്കെയാണ് ചെയ്യണതെന്നുണ്ടെങ്കിൽ ഇവരെ വെറുതെ അനുഗ്രഹിച്ച് വിട്ടാൽ മതി. ഇത് ലോകത്തിൽ ആരും ചോദിക്കാത്തൊരു ചോദ്യവും അത് വേണ്ടതുപോലെ ചെയ്ത് തിരിച്ചു തരലുമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ 2 ബാലകന്മാർക്കും പ്രത്യുപകാരം ചെയ്യേണ്ടതാണ്, അതും ചെയ്തില്ല. അതാണ് പ്രത്യുപകാര മൂഢ. പ്രത്യുപകാരം ചെയ്യാതെ ഒരു മൂഢനായിട്ട്, ഒരു മണ്ടനായിട്ടിരിക്കുകയാണ് ഞാൻ. അങ്ങനെ തോന്നുന്നുണ്ടാവില്ലേ നിങ്ങൾക്ക്? അതാണ് യുവാഭ്യാം. അങ്ങനെ കാണപ്പെടുന്ന എന്നെ, അങ്ങനെ കാണുന്നവരാ, നിങ്ങളിങ്ങനെ കാണുകയാണ് എന്നെ. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നുണ്ടാവുക എന്നെ പറ്റിയിട്ട്? ജീവന്മൃത വിഹിത, എന്നെ കണ്ടാൽ ഒരു ജീവന്മൃതനായിട്ട്, അതായത് എന്താണ്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവനായിട്ട്, അതിനാണ് ജീവന്മൃത എന്ന് പറയുന്നത്. നല്ല അർത്ഥത്തിൽ അത് പ്രയോഗിക്കാറുണ്ട്, അത് ജീവൻ മുക്ത എന്നാണ്. അതായത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാത്തിൽ നിന്നും മുക്തി കിട്ടിയവൻ. പക്ഷേ ജീവിച്ചിരിക്കണമല്ലോ, നമുക്ക് എത്ര കാലം ആയുസ് തന്നിട്ടുണ്ട് ഭഗവാൻ എന്ന അതിനനുസരിച്ച് നമ്മൾ ജീവിക്കും വേണം. അപ്പോൾ അത്ര കാലം ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷേ ഒരു ബന്ധത്തിലും പെടാത്ത ഒരാളെയാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത്. വേദാന്തികളുടെ ഭാഷയിലാണ് അത് വരുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവിടെ നിന്ന് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തനായവൻ. ഇതങ്ങനെയല്ല, 2 കണ്ണുകൊണ്ടും കാണുന്നുണ്ട്, കൈകൾ കൊണ്ട് പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, കാലുകൾ കൊണ്ട് സഞ്ചരിക്കുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നെക്കൊണ്ട് ലോകത്തിന് ഒരു പ്രയോജനവും ഇല്ല. അങ്ങനെയുള്ള ആളെയാണ് ജീവൻ മൃത. അതായത് നമ്മളൊക്കെ പറയാറുണ്ടല്ലോ, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന് പറയണ ആ പഴഞ്ചൊല്ലിന് ചേർന്നൊരു ജീവിതം. ഒന്നിനും കൊള്ളരുതാത്തവനായി തീരുക, ഒരു നന്മയില്ല, പ്രത്യുപകാരമില്ല, മറ്റുള്ളവരെ പറ്റിയിട്ടൊരു വിചാരമില്ല, അവരവരെ പറ്റി പോലും വിചാരിക്കാത്ത ഒരു ജീവിതം. അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇങ്ങനെ ചത്തു ജീവിക്കണ പോലെ യാതൊരു പ്രയോജനവുമില്ലാതെ ആർക്ക് വേണ്ടിയിട്ടും
ആരോടും ഒരു നന്മയും ചെയ്യാതെ, ഒന്നും ഇച്ഛിക്കാതെ പറയാതെ, ഒരു ആളെ പോലും കരുതാതെ ജീവിക്കുന്ന ഒരാളെയാണ് ജീവൻമൃതൻ എന്ന് പറയുക. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ പ്രത്യുപകാരമൂഢനായിട്ടുള്ള എന്നെ ജീവൻമൃതനായിട്ട് കണക്കാക്കുകയായിരിക്കും നല്ലത്. നിങ്ങൾക്ക് അങ്ങനെയാവും തോന്നുന്നുണ്ടാവുക അല്ലേ എന്ന് ശ്രീകൃഷ്ണനോടും ബലരാമനോടും സാന്ദീപനി ചോദിക്കുകയാണ്. അപ്പോൾ ജീവൻമൃതനായിട്ട് ഞാൻ മാറിയിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ വകതിരിവോട് കൂടിയിട്ട് ചെയ്യാതെ, മകനെ കിട്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യാതിരിക്കുന്ന ഞാൻ ഒരു ജീവൻമൃതനാണ്, പ്രത്യുപകാരമൂഢനാണ് എന്നാണ് കവി ഇവിടെ, മൃതതുല്യനാണ് എന്നാണ് കവി ഇവിടെ നമ്മുടെ മുമ്പിൽ സാന്ദീപനിയെ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് എന്താണ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അത് വളരെ അർത്ഥവത്തായിട്ടുള്ള, വളരെ കാമ്പുള്ള, വളരെ സാരമുള്ളതായിട്ടുള്ളൊരു ശ്ലോകമാണ്. 56ാമത്തെ ശ്ലോകം നോക്കൂ. ജാതോസ്മി സന്തോഷപരാങ്മുഖാനാമഹം കിലോദാഹരണം ജനാനാം ലബ്ധ്വാപി പുത്രൗ ഗുണവന്നരൗ വാം പുത്രാന്തരായ സ്പൃഹയാലുരാസം. ആദ്യം പദച്ഛേദം പറയാം. ജാത അസ്മി സന്തോഷപരാങ്മുഖാനാം അഹം കില ഉദാഹരണം ജനാനാം ലബ്ധ്വാ അപി പുത്രൗ ഗുണവന്നരൗ വാം പുത്രാന്തരായ സ്പൃഹയാലു ആസം. ഞാനൊരു മൂഢനാണ്, ജീവൻമൃതനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ തന്നെ പറയാണ് സാന്ദീപനിക്ക് മനസ്സിലായി തൻ്റെ പുത്രനെ പറ്റിയിട്ട് ആലോചിക്കേണ്ടിയിരുന്നില്ല. എന്തുകൊണ്ടാണ് എന്നാണെങ്കിൽ പറയാണ്, അഹം ഞാനിപ്പോൾ ആരായി തീർന്നിരിക്കുന്നു, സന്തോഷപരാങ്മുഖാനാം ജനാനാം ഉദാഹരണം ജാത. സന്തോഷപരാങ്മുഖന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതായ, അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഓൾറെഡി ഉള്ളതായ, ഇപ്പോഴും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ സന്തോഷം വേണ്ട പോലെ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരാൾ, അതാണ് സന്തോഷപരാങ്മുഖന്മാർ. സന്തോഷമുള്ളൊരു കാര്യം വരുമ്പോൾ അതിന് പുറംതിരിഞ്ഞു നിൽക്കുന്നവർ. അങ്ങനെയുള്ള ഒരാളായിട്ട് നിങ്ങൾക്ക് എന്നെ തോന്നുന്നുണ്ടോ? അതാണ് അടുത്ത ചോദ്യം. അഹം സന്തോഷപരാങ്മുഖാനാം ജനാനാം ഉദാഹരണം ജാത അസ്മി. സന്തോഷത്തിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആൾക്കാർക്ക് ഉദാഹരണമായി തീർന്നിരിക്കുന്നു ഞാൻ. അതെന്തുകൊണ്ടാണ് എന്ന് കവി തന്നെ അതിന്, അല്ലെങ്കിൽ സാന്ദീപനിയുടെ വാക്കുകളിൽ കൂടെ പറയാണ്. അതിന് ജാത അസ്മികില, ഞാൻ അങ്ങനെയായി തീർന്നിരിക്കുന്നു. ഏറ്റവും അധികം സന്തോഷിക്കേണ്ട നിമിഷങ്ങൾ വന്നിട്ടും ഞാൻ സന്തോഷിച്ചില്ല. ഞാനൊരു സന്തോഷപരാങ്മുഖനായി തീർന്നിരിക്കുകയാണ്. സന്തോഷത്തിനോട് താല്പര്യമില്ലാത്ത ഒരാൾ, പിന്നെ എന്തിനോ വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളായി തീർന്നു. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത് എന്നാണെങ്കിൽ, ഗുണവന്നരൗ പുത്രൗ വാം ലബ്ധ്വ, ഏറ്റവും ഗുണവാന്മാരായിട്ടുള്ള, അതാണ് ഗുണവന്നരൗ, ഗുണവന്തൗ, ഏറ്റവും വലിയ ഗുണഗണങ്ങൾ വഹിക്കുന്നവരായ പുത്രൗ, 2 പുത്രന്മാരെ കിട്ടിയിട്ട്, വാം എന്ന് വെച്ചാൽ യുവാം വാം, നിങ്ങളെ 2 പേരെയും, ത്വാം ത്വ യുവാം വാം, ദ്വിതീയ ദ്വിവചനം, ശ്രീകൃഷ്ണനെയും ബലരാമനെയും പുത്രന്മാരായിട്ട് എനിക്ക് കിട്ടിയല്ലോ. ആദ്യം തന്നെ നിങ്ങൾ വന്നിട്ട് എന്താ പറഞ്ഞത്? ശിഷ്യന്മാരല്ല, പുത്രന്മാരായിട്ട് തന്നെ മാറാനാണ് നിങ്ങൾക്ക് ആഗ്രഹം, പുത്രന്മാരായിട്ട് കണ്ടാൽ മതി എന്നൊക്കെ നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള 2 പുത്രന്മാരെ എനിക്ക് കിട്ടി. ഞാൻ ആ പുത്രന്മാരെ കിട്ടിയതിൽ ഏറ്റവും അധികം സന്തോഷിക്കല്ലേ വേണ്ടത്. അങ്ങനെ പുത്രന്മാരെ കിട്ടിയിട്ടും പുത്രൗ വാം ലബ്ധ്വാ അഭി പുത്രാന്തരായ സ്പൃഹയാലു ആസം. പുത്രാന്തരായ, അന്യ പുത്ര പുത്രാന്തര, മറ്റൊരു പുത്രനെ, തനിക്ക് ജനിച്ചതായിട്ടുള്ളൊരു പുത്രനെ കിട്ടിയാൽ മാത്രമേ തനിക്ക്, അതായത് എനിക്ക് സന്തോഷമാവുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചത് വലിയ തെറ്റ് തന്നെയാണ്. സാന്ദീപനിക്ക് തിരിച്ചറിവുണ്ടാവുകയാണ്. അതാണ് പുത്രാന്തരായ സ്പൃഹയാലു. സ്പൃഹയാലു എന്ന് പറഞ്ഞാൽ ആലുച്ച് പ്രത്യയം ചേർത്തിട്ടുള്ള ഒരു പ്രയോഗമാണ്. കൃപാലു, ദയാലു എന്നൊക്കെ പറയാറുണ്ട്. അത് ഉള്ളവൻ, അതായത് സ്പൃഹ, അത്യധികമായിട്ടുള്ള ആഗ്രഹം, മോഹം ഒക്കെ ഉള്ള ആളെയാണ് സ്പൃഹയാലു എന്ന് പറയുക. അപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിൽ നിന്ന് ജനിച്ച പുത്രനെ കിട്ടിയാൽ മാത്രമേ സമാധാനമാവുള്ളൂ, സന്തോഷമാവുള്ളൂ എന്ന് ഞാൻ വിചാരിച്ചത് എൻ്റെ സ്വഭാവം മാറിപ്പോയി. ഞാൻ സന്തോഷത്തിന് പരാങ്മുഖനായി നിൽക്കുകയല്ലേ ചെയ്തത്. നിങ്ങളെ പോലെയുള്ള 2 മക്കളെ കിട്ടിയിട്ടും അതുപോരാ, എൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ ജനിച്ച പുത്രനെ കിട്ടണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത് അത്ര ശരിയായോ എന്നുള്ളൊരു ആശങ്കയിലാണ് ഇതൊക്കെ ചോദിക്കുന്നത്. അതാണ് ഞാൻ
എൻ്റെ പുത്രനെ കിട്ടാൻ വേണ്ടിയിട്ട് വല്ലാതെ മോഹിച്ചതുപോലെ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. ഞാനൊരു സ്പൃഹയാലുവായി തീർന്നുവോ എന്ന്, അത്യാഗ്രഹിയായി തീർന്നു എന്ന് ഈ രണ്ട് ബാലകന്മാരോടും ശ്രീകൃഷ്ണനോടും ബലരാമനോടും ചെയ്തത് ഇത്തിരി കടന്ന കൈയായിപ്പോയി, ആവശ്യപ്പെട്ടത് ഇത്തിരി കൂടിപ്പോയി എന്ന് പറയുകയാണ് ചെയ്യണത്. അതാണ് ഇവിടെ കവി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. സാന്ദീപനിക്ക് കിട്ടിയ പുത്രന്മാരാരായിരുന്നു? എന്നിട്ട് ദേവന്മാർ തന്നെ, ഭഗവാന്മാർ തന്നെ മക്കളായിട്ട് വന്നിട്ടും മനുഷ്യനായിട്ടുള്ളൊരു പുത്രനെ താൻ ആഗ്രഹിച്ചത് ശരിയായോ എന്നുള്ളൊരു ആശങ്കയാണ് സാന്ദീപനിയുടെ മനസ്സിലുള്ളത്. അതാണ് സുകുമാരകവി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. കൃതോപകാരൗ യദുവംശവീരൗ മൃതം സമാനീയ സുതം മദീയം അഹം പുനഃ പ്രത്യുപകാരമൂഢോ ജീവന്മൃതോ യദ്വിഹിതോ യുവാഭ്യാം ജാതോസ്മി സന്തോഷപരാങ്മുഖാനാമഹം കിലോദാഹരണം ജനാനാം ലബ്ധ്വാപി പുത്രൗ ഗുണവന്നരൗ വാം പുത്രാന്തരായ സ്പൃഹയാലുരാസം. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് സാന്ദീപനി താൻ ചെയ്തതായിട്ടുള്ളൊരു തെറ്റ് അവരുടെ മുമ്പിൽ ഏറ്റുപറയാണ്. കഴിഞ്ഞിട്ടില്ല, അടുത്ത ശ്ലോകങ്ങളിലും നമുക്കിത് കാണാം. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.